blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയിൽ നടന്ന ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശങ്ങളും സ്പെഷ്യൽ പ്രോഗ്രാംസും മിറക്കിൾസ് ടുഡേയും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഇന്നും തുടർന്ന് നമ്മൾ അത് കാണും. എന്നാൽ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് ആദ്യമേ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ഗീവർഗീസ് വർക്കിക്കും കുടുംബത്തിനുമായി ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, തന്നെയും തൻ്റെ വൈഫ് ആശയെ ഏറ്റവും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷയെ അങ്ങ് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അതുപോലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മൂത്ത മകൻ തോമസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. വിദ്യാഭ്യാസത്തെയും ഭാവിയെയും അങ്ങ് അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ മകൻ ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് ആ കുഞ്ഞിനെ എല്ലാവിധ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പൈതലിനോടുകൂടെ അങ്ങിരുന്ന് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നടത്തണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഒരു ഭവനം ഈ കുടുംബത്തിന് ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, അതോട് ചേർന്ന് 26-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ജോബിനും ആഷയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുവരെയും കർത്താവെ സകല കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഷിക്ക് പ്രത്യേകിച്ച് കർത്താവെ സ്കിൻ അലർജിയിൽ നിന്നുള്ള രോഗസൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തെയും സകലവിധ അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ കുടുംബം വരുന്നത് തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെന്ററിലാണ്. ഇവർ സ്ഥിരമായിട്ട് ആരാധന തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. അവർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെന്ററിൽ സ്ഥിരമായി ആരാധനയ്ക്ക് പോകുന്ന ഒരു കുടുംബമാണിത്. ബ്രദർ, ഈ കുടുംബം ഇന്ന് ഈ ഭൂമിയിൽ നിന്നും നിൽക്കേണ്ടവരല്ല ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നത്. നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററുമാണ് ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുടുംബം ഒത്തിരി പ്രയാസങ്ങളോടെ, തൻ്റെ വീട്ടുകാരിൽ നിന്ന് ഒത്തിരി പ്രയാസങ്ങളിലൂടെ കുറേ വർഷങ്ങൾ കടന്നുപോയിരുന്നു. വീട്ടിലെ ഷെയറിനെ ചൊല്ലി, കുടുംബത്തെ ചൊല്ലി ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവർ പെട്ടെന്ന് 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് എങ്ങോട്ട് പോകുമെന്നറിയാതെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് ഇവർ വീടെടുത്ത് താമസിച്ചു. ഈ 2 പെൺകുഞ്ഞുങ്ങളെയും കോൺവെന്റിലാക്കി. 2 പെൺകുഞ്ഞുങ്ങളെ ബോർഡിങ്ങിലാക്കി. ഇവർക്ക് പെട്ടെന്ന് മാനസികമായിട്ട് പ്രയാസം കൂടി. ഇനി എങ്ങനെ ജീവിക്കും, ഇനി മുന്നോട്ടുള്ള വഴികൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തു വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. ഈ ആൻറ്റി ചെയ്തത്, ഇവർ ഒരുമിച്ച് ചേർന്ന് ഒരു ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യ ചെയ്യാമെന്നുള്ളൊരു തീരുമാനമെടുത്തു ഈ സഹോദരി. മക്കൾ കോൺവെന്റിലായിരുന്നു. പക്ഷെ അന്നേരം തൻ്റെ ഭർത്താവ് സ്റ്റെല്ലൂസ് അതിനെ എതിർത്തു. നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട, ആത്മഹത്യ ചെയ്യുന്നത് പാവമാണ്. പക്ഷേ ഈ ആൻറ്റി എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരുന്നു, നമ്മൾ എന്തിനാണ് ജീവിച്ചിട്ട്, നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ചില്ലേ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതിനെ എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അന്നാണ് നമ്മുടെ യാദൃശ്ചികമായി ആ 7 മണിക്ക് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം
കാണാനിടയായത്. പക്ഷേ അവസാനമാണ് ഇവർ ആ പ്രോഗ്രാം കണ്ടത്. ഏറ്റവും പ്രാർത്ഥിക്കുന്ന ബ്രദർ ഡാമിൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആന്റി ടി ആദ്യം മുതൽ കണ്ടില്ല. ബ്രദർ അവസാനം പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്: ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയത് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ടി വയ്ക്കുമ്പോൾ തന്നെ ഇതാണ് കേൾക്കുന്നത്. ആദ്യം കേൾക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ആത്മഹത്യ നിന്ന് പിന്തിരിയുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയത് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കേട്ടു. ആ സമയത്ത് തന്നെ നമ്മുടെ അടിയിൽ കൂടി ഇങ്ങനെ പ്രെയർ ലൈനിൻ്റെ നമ്പരും കൂടി നിങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങനെ 90 പ്രെയർ ലൈനിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞ് ആൻറ്റി ചെയ്തത്. അപ്പോൾ തന്നെ നമ്മുടെ പ്രെയർ ലൈനിലേക്ക് ചെയ്തു, വിളിച്ചു. അപ്പോൾ തന്നെ വിളിച്ചു. ഇവിടെ നിന്നൊരു സഹോദരി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ഈ ആൻറ്റി പറഞ്ഞത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ആ ഫോൺ എടുത്ത സഹോദരി തനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. പറഞ്ഞതാണ് അവരിലൂടെയാണ് ഞാൻ യേശുവിൻ്റെ സ്നേഹത്തെ കൂടുതൽ അറിയാൻ തുടങ്ങി. അവരാ പറഞ്ഞത് എന്നെ ഒരു താലോലിക്കുമ്പോൾ, ആൻറ്റി ഇങ്ങനെ തന്നെയാണ് വേർഡ് എടുത്ത് പറഞ്ഞത്, എന്നെ താലോലിക്കുന്നത് പോലെയാണ്. ആ സമയത്ത് ഇവിടെ നിന്ന് ഒത്തിരി തന്നെ ആശ്വസിപ്പിക്കുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ പ്രെയർ ലൈനുകളുടെ എണ്ണം കൂട്ടാൻ പോവുകയാണ്. അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോൾ സെൻറ്ററിൻ്റെ നീളം കൂട്ടിക്കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകിച്ചുള്ള ക്യൂബിക്കിൾസിൻ്റെ വർക്ക് നടക്കുകയാണ്. ഒരു വർക്ക്ഷോപ്പിൽ നമ്മുടെ സാനിവൃത്തൻ്റെ അവിടെ അതിൻ്റെ നടക്കുകയാണ്. കൂടുതൽ എണ്ണം, കൂടുതൽ സമയം, കൂടുതൽ പേരിരുന്നു കൊണ്ട് കൂടുതൽ അറ്റൻഡ് ചെയ്ത് ആ രീതിയിലേക്ക് അത് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ബാക്കി പറയും. ഈ ആൻറ്റിക്ക് ഇത്രയും നാൾ ഈ പ്രയാസത്തിലൂടെ പോയ കാരണം തനിക്ക് അലർജി രോഗം പിടിവിട്ടു. അലർജി രോഗം തനിക്ക് ആ പ്രയാസങ്ങൾ മൂലം അലർജി രോഗം തനിക്ക് എപ്പോഴും തുമ്മലും ശരീരം വേദനയും തളർച്ചയും കിടപ്പും മാത്രമായിരുന്നു. സ്ട്രെസ് ഭയങ്കരമായി കൂടുമ്പോൾ അത് ശരീരത്തിൽ പല രോഗങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അങ്ങനെ കുറേ മരുന്നുകൾ കഴിച്ച് ഒന്നും മാറ്റം സംഭവിച്ചില്ല. പിന്നെ ഒരു ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടപ്പോൾ ആ മാസം തന്നെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഈ ആൻറ്റി ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ കടന്നു വന്നു. അന്നത്തെ ശുശ്രൂഷയിടയിൽ തൻ്റെ അലർജി രോഗം അന്ന് തന്നെ കർത്താവ് സൗഖ്യമാക്കി. അത് മാറി. താൻ അന്ന് തന്നെ സാക്ഷ്യം പറയാനോട് എഴുതി കൊടുത്തു. പക്ഷെ അന്ന് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടായ കാരണം അന്ന് പിന്നീട് പറയാം എന്ന് പറഞ്ഞ അന്ന് പറയാൻ സാധിച്ചില്ല. ആ അലർജി രോഗം തന്നെ പിന്നെ ഇതുവരെ തൻ്റെ ശരീരത്തിൽ അത് വന്നിട്ടില്ല. താൻ തുമ്മിയിട്ടില്ല, തനിക്ക് നെഞ്ചുവേദന വന്നിട്ടില്ല, ശരീരവേദന വന്നിട്ടില്ല. ഒത്തിരി താൻ സന്തോഷിക്കുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അകത്തുണ്ടായിരുന്ന വിഷമതകൾ, ആകുലതകൾ മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അലർജി മാറിപ്പോയത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ അവർ ചെയ്തത്, പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബ്ലെസ്സിംഗ് സെന്ററിൽ കുടുംബമായി അവർ വരാൻ തുടങ്ങി. ഇവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുകയാണെന്നാണ് പറയുന്നത്. പറഞ്ഞത് വൃത്തമാക്കി മാറ്റുന്ന കർത്താവ്. അത് മാത്രമല്ല, ഇവരുടെ കുടുംബക്കാർ ഒത്തിരി പേര് കൈവിട്ടു. ഇവരിങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ആത്മീയമായ കൂട്ടായ്മയിൽ ഒത്തിരി ആത്മീയമായ കൂട്ടുകാരെ ലഭിച്ചു. ആര് വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ എന്താ? യേശുവിന്റെ കയ്യിലോട്ടല്ലേ വീഴുന്നേ. ദൈവമക്കളുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒത്തിരി പേർ അത് കാരണം വലിയ സന്തോഷത്തിലാണ്. ഒത്തിരി കുടുംബർ പറഞ്ഞു, ഞങ്ങൾ ബ്ലെസ്സിംഗ് സെന്ററിൽ തുടർന്ന് പോകുന്നുണ്ട്. യേശുവിന്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയാൻ പറ്റുന്നു, വചനത്തിൽ വളരാൻ പറ്റുന്നു, ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുന്നു, ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഇളയ മോൾക്ക് ഒരു 7 വയസ്സിൽ തന്നെ കണ്ണിൽ ഒരു കമ്പ് കൊണ്ട് അവിടെ മുറിവേറ്റു. തൻ്റെ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരികയും തനിക്ക് കാഴ്ചശക്തി പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത ദിവസം വരെ താൻ കണ്ണട വെച്ചാണ് താൻ വായിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് കഴിഞ്ഞ മെഗാ ഫെസ്റ്റിവൽ മുമ്പുള്ള ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ കർത്താവ് അതും സൗഖ്യമാക്കി. ഇപ്പൊ കണ്ണടയില്ല, പൂർണ്ണ കാഴ്ചശക്തിയോടെയാണ് മോളിപ്പ് നിൽക്കുന്നത്. ശരിയാണോ മോളെ? ഏത് കണ്ണിനാ കുഞ്ഞിന് പ്രശ്നം ഉണ്ടായിരുന്നേ? ഇടത്തെ കണ്ണ്. ഇപ്പൊ കണ്ണട വെക്കുന്നില്ലേ? എല്ലാം ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഇപ്പൊ 10th-ലായി. ഓക്കെ. അപ്പൊ ആ കണ്ണിന്റെ രോഗവും കഴിഞ്ഞ ട്രിവാൻഡ്രം മെഗാ ഫെസ്റ്റിവലിൽ അതിന് മുമ്പത്തെ ഫെസ്റ്റിവലിൽ വെച്ച് അതും സൗഖ്യമായി. ലോങ് സ്റ്റോറി. എത്ര പേർ കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയും. കൈ ഉയർത്തിപ്പിടിച്ച് ഈ കുടുംബത്തോട് ചേർന്ന് വരുവിൻ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്താം എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഇന്ന് ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തിയല്ലോ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിച്ചതിനാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതിനാൽ നന്ദി പറയുന്നു. മാത്രമല്ല, പ്രാണനെ മരണത്തിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും അങ്ങ് വീണ്ടെടുത്തതിനാൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തോട് ചേർന്ന് നന്ദി പറയുന്നു. രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഇതുപോലുള്ള അനേക കുടുംബങ്ങൾ. പ്രാർത്ഥിക്കാമോ? കൈകൾ ഉയർത്തിക്കൊണ്ട് എല്ലാ ശുശ്രൂഷകരും സഹോദരന്മാരും പ്രാർത്ഥിക്കാം. ഈ സാക്ഷിയുടെ പറയുമ്പോഴും നിരവധി കുടുംബങ്ങൾ
ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ ആത്മഹത്യയെക്കുറിച്ച് പ്ലാനുകൾ, പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ അതിൽ നിന്നും പിന്തിരിയുവാൻ ഏതെങ്കിലുമൊക്കെ മുഖാന്തരങ്ങളിലൂടെ അവർ ഈ രക്ഷകനെ, വിടുവിക്കുന്നവനെ, സൗഖ്യമാക്കുന്നവനെ, പ്രാണനെ വിടുവിക്കുന്നവനെ അറിയുവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അതിനായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ഒരിക്കൽ കൂടെ കർത്താവ് തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നു. ഈ സാക്ഷ്യത്തിലൂടെ അനേകർ യേശുവിനെ അറിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സഹോദരൻ്റെ പേര് മുരളി എന്നാണ്. ആലപ്പുഴയിൽ നിന്നും ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടി മെഗാ ഫെസ്റ്റിവൽ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. സഹോദരൻ ഒരു കൈയടി കൊടുത്താൽ അടുത്ത ജില്ലയിൽ നിന്നും, ആലപ്പുഴയിൽ നിന്നും ഒരു സാക്ഷ്യം പറയുവാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ സഹോദരന് 5 വർഷങ്ങളായിട്ട് തൻ്റെ കാലിൻ്റെ ഉള്ളനടി, ആ കാൽപാദത്തിൻ്റെ ഭാഗത്ത് വല്ലാതെ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു. താൻ പറയുന്നത് അത് സാധാരണ രീതിയിൽ തൊലി പോകുന്നതോ അല്ലെങ്കിൽ വിള്ളൽ വരുന്നതോ അല്ല, ശരിക്കും ചൊറിഞ്ഞു പൊട്ടുന്ന മൂലം അതിൽ നിന്ന് നീര് പോലെ, വെള്ളം പോലെ ദ്രാവകം വരുമായിരുന്നു, വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് മണ്ണിലോ എവിടെ തൊട്ടാലും അത് അകത്തേക്ക് വരുന്നത് കൊണ്ട് താൻ ചെയ്തുകൊണ്ടിരുന്നത് തുണി കൊണ്ട് തൻ്റെ കാൽപാദം മുഴുവൻ ചുറ്റും പല മടക്കുകൾ ചുറ്റിയാണ്. അങ്ങനെയാണ് താൻ ചെരുപ്പിടാതെ 5 വർഷം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് ചെരുപ്പിടില്ല. 5 വർഷമായിട്ട് താൻ ചെരുപ്പിട്ടിട്ടില്ല. കാരണം ഇടാൻ സാധിക്കില്ല. ഒരു കാലിലാണോ 2 കാലിൽ? ഒരു കാലം വരുമ്പോൾ അടുത്ത കാലം വരും. മാറി മാറി വന്നുകൊണ്ടിരിക്കും. എവിടെ ഒന്ന് കാണിക്കാം. ഈ ഏത് കാലിലായിരുന്നു? ഓ. എന്നിട്ട് തുണി ചുറ്റി അങ്ങനെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ വണ്ടി ഇരുന്ന് കെട്ടിക്കൊണ്ട് ആ വണ്ടി ഇരിക്കുവായിരുന്നു. ഒത്തിരി താൻ അതുപോലെ സഫർ ചെയ്തു. ചെരുപ്പിടാൻ സാധിക്കില്ല. ഏതെങ്കിലും എവിടെ പോയാലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം, ആലപ്പുഴ ആയതുകൊണ്ട് ഒരുമാതിരി സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടായിരിക്കും. അപ്പോൾ ഇത് തനിക്ക് വളരെ അലോസരപ്പെടുത്തിക്കൊണ്ടെന്ന് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ആലപ്പുഴ ബ്ലെസ്സിങ് സെൻ്ററിൽ വരുന്ന ഒരു സഹോദരി ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുക, കർത്താവ് നിങ്ങളെ വിടുവിക്കും എന്ന് പറഞ്ഞു. ഈ സഹോദരൻ പിറ്റേ ദിവസം തന്നെ സൂര്യ TVയിലെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടു. അപ്പോൾ ബ്രദർ ഡാമിയൻ അവസാനം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ, തനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അലർജി ആയിരുന്നു. ഈ അലർജി മുഖാന്തരം താൻ പറഞ്ഞു ആയുർവേദ ചികിത്സ ഒത്തിരി നാളുകൾ ചെയ്തു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഒരു കുറവില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ തനിക്കറിയാം ഇത് അലർജി മൂലമാണ് സംഭവിക്കുന്നത് അറിയാം. അപ്പോൾ തനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ള സൗഖ്യമാണ് പറയുന്നതെന്ന്. താൻ പറഞ്ഞു ആ സമയത്ത് തന്നെ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി, ബോഡി വിറയ്ക്കാൻ തുടങ്ങി. താൻ പറയുന്നു പിറ്റേ ദിവസം മുതൽ ആ ചൊറിച്ചിലോ ആ പാടുകളോ അവിടെ ഇല്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ കംപ്ലീറ്റ് ഹീലായിരിക്കുന്നു. പിറ്റേ ദിവസം തന്നെ ശരീരം വിറച്ചെന്ന് പറഞ്ഞു. പ്രാർത്ഥന ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അലർജി മൂലം ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും സൗഖ്യമായിട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാലല്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അല്ല, എന്താണ് എന്തോ വിറച്ചെന്നോ? ശരീരം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു എന്തോന്ന് ശരീരത്ത് ഇറങ്ങി പോകുന്ന പോലെ, ഇറങ്ങിപ്പോയി പോകുന്ന പോലെ അങ്ങനെ പോയി. അതിനുശേഷം പിന്നെ ചൊറിഞ്ഞു പൊട്ടിയിട്ടില്ല. തുണി കെട്ടാറില്ല? വേണ്ട, ഒന്നും വേണ്ട. ചെരുപ്പില്ല, എവിടെ വേണം നടക്കാം, എങ്ങനെ വേണം നടക്കാം, ഒരു പ്രശ്നവുമില്ല. മുരളിയെ സ്നേഹിക്കുന്ന യേശു ഇത്രയും വർഷം സഹിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു ഇനി സഹിച്ചത് മതി, തുണി ചുറ്റി നടക്കുന്നത് മതി, മാന്യമായി ചെരുപ്പിട്ട് ഒരു മാന്യനായ പുരുഷനായി ജീവിക്കാൻ കർത്താവ് പറഞ്ഞു. TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ആ ദിവസത്തെ സ്പോൺസർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയൊരു പ്രതിഫലം കർത്താവ് കൊടുത്തിരിക്കും. കാരണം മുരളിയുടെ രോഗസൗഖ്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ TV സ്പോൺസറാണ്. ഈ സഹോദരൻ ആ സൗഖ്യം കിട്ടിയപ്പോൾ വെറുതെ ഒരു താങ്ക് യു പറഞ്ഞ് താൻ വീട്ടിൽ തന്നെ ഇരുന്നില്ല. ആ ആഴ്ചയിൽ തന്നെ താൻ ആലപ്പുഴ ബ്ലെസ്സിങ് സെന്ററിലേക്ക് ചെന്നു. താൻ പറയുന്നത് മാസങ്ങളായി ഞാൻ ഒരിക്കൽ പോലും ആരാധന മുടക്കിയിട്ടില്ല, എല്ലാ ഞായറാഴ്ചയും ആലപ്പുഴ ബ്ലെസ്സിങ് സെന്ററിൽ 10 മണിക്ക് താൻ ഉണ്ടായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്, ഹല്ലേലൂയ. കർത്താവ് ഈ സഹോദരനെ അനുഗ്രഹിക്കുന്നു. തനിക്ക് നന്ദിയുള്ളൊരു ഹൃദയമുണ്ടല്ലോ കർത്താവ്. യേശുവിനെ വിട്ടുപിരിയാതെ, സൗഖ്യം നൽകിയവനെ വിട്ടുപിരിയാതെ ഇതുവരെയും പിന്തുടരുവാൻ കൃപ കൊടുത്തതിനാൽ നന്ദി. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഒരു പാഠമാണല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതോട് ചേർന്ന് അവർക്ക് കൂടെ സൗഖ്യമാകട്ടെ, വിടുതലുകൾ എല്ലായിടങ്ങളിലും നടക്കട്ടെ, സാക്ഷ്യം കാണുന്നവർ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബ്രദർ ആൻറ്റിയുടെ പേര് രുക്മിണി എന്നാണ്, കുറുപ്പുംപുടി എന്നാണ് വരുന്നത്.
ഈ ആൻറ്റിയുടെ മോൾക്ക് ദൈവം നല്ലൊരു കുഞ്ഞിനെ ദാനമായി കൊടുത്തൊരു സാക്ഷ്യമാണ് ആൻറ്റി എന്ന് ഇവിടെ പറയുന്നത്. ഈ ആൻറ്റി നമ്മുടെ പെരുമ്പാവൂരുള്ള ബ്ലെസ്സിംഗ് സെന്റർ സ്ഥിരമായി ആരാധനയ്ക്ക് പോകുന്ന ഒരു ആൻറ്റിയാണ്. ഒരു കൈയടി കൊടുക്കുക. മുടങ്ങാതെ ഈ ആൻറ്റി പോകുന്നുണ്ട്. ഈ ആൻറ്റിയുടെ മോൾ ശരണ്യ, തനിക്ക് വിവാഹം കഴിഞ്ഞ 3 വർഷമായിട്ട് തനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഈ ആ മോളെക്കാളും കൂടുതൽ ദുഃഖം ഈ ആൻറ്റിക്കാണ് കുഞ്ഞുങ്ങളില്ലാതെ. കാരണം ഒത്തിരി പേർ തൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞത് ശാപം കൊണ്ടാണ്, ദോഷം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നത് ഒരു വിധത്തിൽ സഹിക്കാം, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൂടെ വരുമ്പോൾ അപ്പോഴാണ് തകർന്നു പോകുന്നത്. ഒത്തിരി താൻ അതുമൂലം വേദനിച്ചിരുന്നു. ആ മോൾ ഒത്തിരി മരുന്നുകൾ അതിനുവേണ്ടി ചെയ്തിരുന്നു, പക്ഷേ യാതൊരു ഫലവും കണ്ടില്ല അതിന്. പക്ഷേ ആൻറ്റി നമ്മുടെ ബ്ലെസ്സിംഗ് സെന്റർ സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട് അവിടുന്ന് ഒരു പ്രാവശ്യം ടീമായിട്ട് നമ്മളിവിടെ കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേക്ക് മാർച്ച് മാസത്തിൽ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഈ ആൻറ്റി അന്നാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അവിടെ ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ ആദ്യമായിട്ട് വരുന്ന അന്നാണ്. അന്ന് ശുശ്രൂഷയുടെ ഇടയിൽ ബ്രദർ ഡാമിയൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാതെ ഇങ്ങനെയാണ് എടുത്തു പറഞ്ഞത്. അത് കുഞ്ഞുങ്ങളില്ലാത്ത അവർക്കല്ല, കുഞ്ഞുങ്ങളില്ലാതെ തന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ വന്നിട്ടുണ്ട്. കരഞ്ഞു. മകള് വന്നിട്ടില്ലായിരുന്നു, അമ്മയെ വന്ന അങ്ങനെ ബ്രദറാമൻ അങ്ങനെ പറഞ്ഞു. ഒരു അമ്മ വന്നിട്ടുണ്ട്, ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അടുത്ത ഗുഡ് ഫ്രൈഡേ സർവീസിന് ആ കുഞ്ഞുമായി ഇവിടെ നിന്ന് സാക്ഷ്യം പറയും എന്ന് അങ്ങനെ പറഞ്ഞു. ഗുഡ് ഫ്രൈഡേക്ക് അടുത്തൊരാണ്ടിൽ ഈ സമയത്ത് ഇതേ സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് താൻ വീട്ടിൽ ചെന്ന് തന്റെ മോളോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോളെ വിശ്വസിക്ക്, നമുക്ക് അടുത്ത വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. പിന്നെ പിറ്റേ മാസം തന്നെ, അതൊരു മാർച്ച് മാസമായിരുന്നു, പിറ്റേ മാസം തന്നെ ആ സഹോദരി പ്രഗ്നന്റ് ആയി. പിറ്റേ മാസം, ഒരൊറ്റ മാസം കഴിഞ്ഞപ്പോൾ തന്നെ 3 വർഷമായിട്ടില്ലായിരുന്നു, പിറ്റേ മാസം തന്നെ പ്രഗ്നന്റ് ആയി. നവംബർ 22-ാം തീയതി നല്ലൊരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ആള് വന്നു. ഈ നവംബർ 22 ആയപ്പോഴത്തേക്കും വേഗത്തിലായിരുന്നു അത്. ഈ ആന്റി പറഞ്ഞത് അതൊരു ഡോക്ടർ ആ സമയം പറഞ്ഞത് സിസേറിയൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. സിസേറിനായിരിക്കും ഇത് വേണ്ടി വരുന്നതെന്ന് പറയും. കാരണം അതുവരെ ഒരു പെയിൻ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ താൻ അങ്ങനെ ലേബർ റൂമിൽ കിടക്കുമ്പോഴത്തേക്കും ഈ ആൻറ്റി പുറത്ത് നിൽക്കുകയാണ്. സൈൻ ചെയ്യാനൊക്കെ ആൾക്കാർ വന്നു, ഈ സിസേറിയൻ വേണമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ ഈ ആൻറ്റി ആ സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്, 1:30 ആകട്ടെ എന്നൊരു സൗണ്ട് താൻ ചെവിയിൽ കേൾക്കുകയാണ്. എന്താ കേട്ടെ? 1:30 ആവട്ടെ മോളെ, വിഷമിക്കണ്ട, 1:30 ആവട്ടെ എന്ന് എൻ്റെ മനസ്സിലേക്ക് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ എൻ്റെ മോളുടെ അടുത്തും ഇങ്ങനെ ആരോ പറഞ്ഞു. അപ്പോൾ ലേബർ റൂമിൽ വെറുതെ ഇങ്ങനെ കിടക്കാണ്ട് ബെഡിൽ ഒരു അസുഖവും ഇല്ലാതെ. അപ്പം മോളുടെ അടുത്ത് ആരോ പുറയിൽ നിന്ന് പറയുന്നത്, മോളെ 1:30 ആവട്ടെ എന്ന് പറയുന്നത് പോലെ അമ്മയോടും പറഞ്ഞു, മകളോടും പറഞ്ഞു 1:30 ആകട്ടെ. നമ്മളെ നടത്തുന്നൊരു ശബ്ദമുണ്ട്. എവിടെ എങ്ങനെ വഴി തിരഞ്ഞെടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ നടത്തുന്ന ഒരു ശബ്ദമുണ്ട്. കറക്റ്റ് ആ സിസേറിയൻ വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പെയിനിലായിരുന്ന സമയത്ത് 1:25 ആയപ്പോൾ പെയിൻ തുടങ്ങി. പെയിൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു സിസേറിയൻ വേണ്ട, കൃത്യം 1:30 തന്നെ ഡെലിവറി നടന്നു. കൃത്യം 1:30 തന്നെ. കാലാവസ്ഥ പ്രവചനം പോലും ഫലിക്കാറില്ല. പക്ഷെ ഇതങ്ങനെയല്ല. കർത്താവിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് കൃത്യസമയത്ത് ആ കുഞ്ഞ് പുറത്തു വന്നു. ഇപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിന്, നല്ലൊരു ആൺകുഞ്ഞിനെ ജന്മം നൽകി. ഗുഡ് ഫ്രൈഡേക്ക് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഗുഡ് ഫ്രൈഡേക്ക് കൊണ്ടുവരും. കുഞ്ഞിനെയും കൊണ്ടുവരണം. ആൺകുട്ടിയോ? സന്തോഷമുണ്ടോ? സന്തോഷം. എന്ത് പേരിട്ടു? പേരിട്ടിട്ടില്ല. ഒരു മാസമേ ആയിട്ടുള്ളൂ. 30 ദിവസമായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ കിട്ടുന്നതിന് മുമ്പ് പേരിട്ട് വെച്ചായിരുന്നു. കൈകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഒന്നാമത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആ ഗുഡ് ഫ്രൈഡേ ദിവസം ഇവിടെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയപ്പെട്ട വാക്കുകൾ ഈ സഹോദരിയുടെ ആത്മാവിലേക്ക് ഇറങ്ങി അത് ഫലം കണ്ടു. 1:30 ആകട്ടെ എന്നുള്ള ശബ്ദത്തിൽ അവർ അനുസരിച്ച് നിന്നപ്പോൾ ഒരു സർജറി മാറിപ്പോയി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കൈകളെ ഉയർത്തി ഞങ്ങൾ നന്ദി പറയുന്നു. അതേ ശബ്ദം കർത്താവ് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും നടത്തുവാൻ കൃപയുള്ളത്, ശക്തിയുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, എല്ലാവരെയും നടത്തണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെയും വിലാപം മാറട്ടെ, കണ്ണുനീർ മാറട്ടെ, ഒരു ചിരിയും ആഹ്ലാദവും ആ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കഴിഞ്ഞ മെയ് മാസത്തിൽ തൻ്റെ മകൻ BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ആ സമയത്ത് തന്നെ തനിക്ക് ആ കോളേജിൽ വെച്ച് തന്നെ ഒരു ക്യാമ്പസ് സെലക്ഷൻ ലഭിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി.
കാരണം പഠിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജോലി ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ഇവർ സന്തോഷിച്ചുകൊണ്ടിരുന്നു. കമ്പനി വിളിക്കാമെന്ന് പറഞ്ഞ ആ സമയം കഴിഞ്ഞിട്ടും അവിടെ നിന്നൊരു കോൾ വന്നില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇവരെല്ലാവരും അതുപോലെ തന്നെ സന്തോഷിച്ചതുപോലെ തന്നെ എല്ലാവരും വിഷമിച്ചു. പക്ഷേ ആൻറ്റി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആൻറ്റിയുടെ വീട്ടിൽ പ്രയർ ഡയറി ഇരിപ്പുണ്ടായിരുന്നു. ആൻറ്റി അതിൽ എഴുതി വെച്ച് തൻ്റെ മകന് ഉടൻ തന്നെ ആ ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് വേറൊരു ജോലി എൻ്റെ മകന് വേഗത്തിൽ തന്നെ കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏകദേശം സെപ്റ്റംബർ മാസമായപ്പോഴേക്കും ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്കിൽ നിന്നും തനിക്ക് ആദ്യം ലഭിച്ച ജോലിയേക്കാൾ നല്ല ഒരു ഓപ്ഷനോടുകൂടി ഒരു ജോലി തനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ആ ജോലിക്ക് പോകുവാൻ സമയമായപ്പോഴേക്കും തൻ്റെ മകന് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അവിടെ പോകാൻ വേണ്ടിയിട്ട്. അത് വാങ്ങിക്കൊടുക്കുവാൻ തൻ്റെ കയ്യിൽ പണവും ഉണ്ടായിരുന്നില്ല. ആൻറ്റി വീണ്ടും പ്രയർ ഡയറി എടുത്തു, അത് എഴുതി വെച്ചു, പ്രാർത്ഥിച്ചു. ആൻറ്റി പറഞ്ഞത് തൻ്റെ മകൻ ജോലിക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുൻപ് അവനാവശ്യമായ വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ അവന് ലഭിച്ചു. നമ്മുടെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞ സമയത്ത് നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. ആൻറ്റി പറഞ്ഞത് 10 വർഷത്തോളമായി താൻ ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട്. 10 വർഷം കൊണ്ട് താജ്മഹൽ പോലെ ഭയങ്കര വീടായിരിക്കും. അത് ഇടയ്ക്ക് വെച്ച് പണി നിന്നുപോയി. ആൻറ്റി പറയുന്നത്, ഞാൻ ബ്ലെസ്സിങ് സെന്ററിൽ വരാൻ തുടങ്ങി, അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ ദിവസങ്ങൾ മുതൽ ആന്റിയുടെ ആ മുടങ്ങിക്കിടന്ന വീടിന്റെ പണി പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കംപ്ലീറ്റ് ചെയ്തു. കർത്താവിന്റെ പുറകെ കാല് വെച്ചാൽ അനുഗ്രഹങ്ങൾ നമ്മുടെ പുറകെ വരും. ഹല്ലേലൂയ. This is great. This is great. ഓരോരോ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കുക. ഇനി കൈ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. കർത്താവ്, ഈ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ നന്ദി പറയും. യേശു ഈ വീട്ടിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് തിരുമുൽക്കാഴ്ചയായി ഈ സാക്ഷ്യങ്ങളുടെ കൂമ്പാരത്തെ അങ്ങയുടെ തൃപ്പാദത്തിൽ ഇടുന്നു. ഇത് കേൾക്കുന്നവർ വിശ്വാസത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തി ഒന്ന് ഉറക്കി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ സാക്ഷ്യം കേൾക്കുന്നവരൊന്ന് ജീവൻ പ്രാപിക്കണം. നടത്തുവാൻ കർത്താവ് ശക്തനാണ് എന്നുള്ളൊരു വിശ്വാസം എല്ലാവരിലും വരട്ടെ. ശൂന്യതകൾ കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. കൈകൾ ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? 2 കൈ ഉണ്ടെങ്കിൽ 2 കൈയും ഉയർത്തി പിടിക്കുക. വായ് ഉണ്ടെങ്കിൽ വായ് തുറന്ന ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ഈ മെഗാ ഫെസ്റ്റിവൽ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടമായ വിടുതലുകൾ അനേക സ്ഥലങ്ങളിൽ നടക്കട്ടെ. പ്രാർത്ഥിക്കാൻ അറിയില്ലേലും വാ തുറന്നങ്ങ് പറഞ്ഞു, പ്രാർത്ഥിച്ചു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ ഒരു വലിയ സാക്ഷ്യം ഞങ്ങൾ കേട്ടു. അതുപോലെ കർത്താവെ, വസ്ത്രത്തെക്കുറിച്ചോ ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതിനെക്കുറിച്ചോ പാർപ്പിടത്തെക്കുറിച്ചോ നിങ്ങൾ വിചാരപ്പെടരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ അത് ആവശ്യമെന്ന് അറിയുന്നു കർത്താവെ. ആകയാൽ ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങിൽ അർപ്പിച്ചു മുന്നിലേക്ക് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവെ, ഈ സാക്ഷ്യം ധൈര്യപ്പെടുത്തട്ടെ. ഈ മാതാവിനെ അനുഗ്രഹിക്കുന്ന, മകനെ അനുഗ്രഹിക്കുന്നു, ഭവനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ ചേർന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം ആവശ്യമുള്ള എല്ലാവരെയും ഇന്ന് അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ശരീരത്തിലുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. വയറ്റിൽ നിന്നും ബ്ലഡ് വല്ലാതെ കണ്ടു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ, നിങ്ങൾ തന്നെ ഭയന്നിട്ടുണ്ട്, നിങ്ങളെ വീട്ടുകാരും ഭയന്നിരിക്കുകയാണ്. ഇതൊരു വലിയ രോഗമാണ്, മാരക രോഗമാണ്. എന്നാൽ യേശുവിൻ്റെ സൗഖ്യം ഈ നിമിഷം ആ ശരീരത്തിലേക്ക് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി കർത്താവെ, കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ഓരോ വ്യക്തിയെയും അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
വയറിനകത്തുള്ള വിവിധ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെയുള്ള വിവിധ രോഗങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ സമയത്ത് ഓരോരുത്തരെയും തൊട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മാത്രമല്ല, ഈ പ്രോഗ്രാം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരോട് ദയവായി നിങ്ങൾ ഇന്ന് തന്നെ ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെക്കുറിച്ച് പറയുക. അവരും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞായറാഴ്ചകളിൽ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരിക. ആ തുടർച്ചയായ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കും. അതുകൂടാതെ ഇന്ന് മലപ്പുറത്ത് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ സുൽത്താൻ ബത്തേരിയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശു വളർന്ന സ്ഥലം ഏത്? Where had Jesus been brought up? Options: A. Nazareth, B. Bethlehem, C. Capernaum, D. Samaria. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.